കർത്താവിന്റെ പീഡാനുഭവം ഭാഗം 1. ഈശോയ്ക്ക് പാറാവ് നിന്നിരുന്ന മനുഷ്യൻ അവനെ പരിഹസിക്കുകയും അടിക്കുകയും ചെയ്തു. അവർ അവന്റെ കണ്ണുകൾ മൂടിക്കൊണ്ട് നിന്നെ അടിച്ചവൻ ആരെന്ന് പ്രവചിക്കുക എന്ന് പറഞ്ഞു. അവർ അവനെ അധിക്ഷേപിച്ച് അവനെതിരായി മറ്റു പലതും പറഞ്ഞു. പ്രഭാതമായപ്പോൾ നിയമജ്ഞരും പ്രധാന പുരോഹിതന്മാരും ഉൾപ്പെട്ട ജനശ്രേഷ്ഠന്മാരുടെ സംഘം സമ്മേളിക്കുകയും അവനെ അവരുടെ ന്യായാധിപ സംഘത്തിലേക്ക് കൊണ്ടുപോകുകയും ചെയ്തു. അവർ പറഞ്ഞു, നീ മിശിഹായാണെങ്കിൽ ഞങ്ങളോട് പറയുക. അവൻ അവരോട് പറഞ്ഞു, ഞാൻ പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കുകയില്ല, ഞാൻ ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം തരുകയുമില്ല. ഇപ്പോൾ മുതൽ മനുഷ്യപുത്രൻ ദൈവശക്തിയുടെ വലത്തുവശത്ത് ഉപവിഷ്ടനാകും. അവരെല്ലാവരും കൂടെ ചോദിച്ചു, അങ്ങനെയെങ്കിൽ നീ ദൈവപുത്രനാണ്? അവൻ അവരോട് പറഞ്ഞു, ഞാനാകുന്നുവെന്ന് നിങ്ങൾ തന്നെ പറയുന്നുവല്ലോ. അവർ പറഞ്ഞു, ഇനി നമുക്ക് സാക്ഷ്യത്തിന്റെ ആവശ്യമില്ല, അവന്റെ വായിൽ നിന്ന് തന്നെ നാം അത് കേട്ടുവല്ലോ. അനന്തരം അവരുടെ സംഘം ഒന്നാകെ എഴുന്നേറ്റ് അവനെ പീലാത്തോസിന്റെ മുമ്പിലേക്ക് കൊണ്ടുപോയി. അവർ അവന്റെ മേൽ കുറ്റം ചുമത്താൻ തുടങ്ങി. ഞങ്ങളുടെ ജനതയെ വഴിതെറ്റിക്കുകയും സീസറിന് നികുതി കൊടുക്കുന്നത് നിരോധിക്കുകയും താൻ രാജാവായ മിശിഹായാണെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നതായി ഇവനെ ഞങ്ങൾ കണ്ടിരിക്കുന്നു. പീലാത്തോസ് അവനോട് ചോദിച്ചു, നീ യഹൂദരുടെ രാജാവാണ്? അവൻ മറുപടി പറഞ്ഞു, നീ പറയുന്നുവല്ലോ. പീലാത്തോസ് പ്രധാന പുരോഹിതന്മാരോടും ജനക്കൂട്ടത്തോടും പറഞ്ഞു, ഞാൻ ഈ മനുഷ്യനിൽ ഒരു കുറ്റവും കാണുന്നില്ല. അവരാകട്ടെ ഉറപ്പിച്ചു പറഞ്ഞു, ഇവൻ ഗലീലി മുതൽ ഇവിടം വരെയും യൂദയായിലെങ്ങും പഠിപ്പിച്ചുകൊണ്ട് ജനത്തെ ഇളക്കിവിടും. ഇത് കേട്ട് പീലാത്തോസ്, ഈ മനുഷ്യൻ ഗലീലിക്കാരനാണോ എന്ന് ചോദിച്ചു. അവൻ ഹെറോദേസിന്റെ അധികാരത്തിൽപ്പെട്ടവനാണെന്ന് അറിഞ്ഞപ്പോൾ, ആ ദിവസങ്ങളിൽ ഹെറോദേസ് ജെറൂസലേമിൽ ഉണ്ടായിരുന്നതുകൊണ്ട് പീലാത്തോസ് അവനെ അവന്റെ അടുത്തേക്ക് അയച്ചു. ഹെറോദേസ് ഈശോയെ കണ്ടപ്പോൾ അത്യധികം സന്തോഷിച്ചു. എന്തെന്നാൽ അവൻ ഈശോയെ പറ്റി കേട്ടിരുന്നത് കൊണ്ട് വളരെ കാലമായി അവനെ കാണാൻ ആഗ്രഹിച്ചിരുന്നു. അവൻ ചെയ്യുന്ന ഏതെങ്കിലും അടയാളം കാണാമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്തു. അതിനാൽ അവൻ അവനെ ദീർഘനേരം ചോദ്യം ചെയ്തു. പക്ഷേ അവൻ അവനോട് ഒന്നും പറഞ്ഞില്ല. പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും അവനെ രൂക്ഷമായി കുറ്റപ്പെടുത്തിക്കൊണ്ട് ചുറ്റും നിന്നിരുന്നു. ഹെറോദേസ് പടയാളികളോട് ചേർന്ന് അവനോട് നിന്ദ്യമായി പെരുമാറുകയും അവനെ പരിഹസിക്കുകയും ചെയ്തു. അവൻ ഈശോയെ പകിട്ടേറിയ വസ്ത്രം ധരിപ്പിച്ച് പീലാത്തോസിന്റെ അടുത്തേക്ക് തിരിച്ചയച്ചു. ആ ദിവസം ഹെറോദേസും പീലാത്തോസും സ്നേഹിതന്മാരായി. അതുവരെ അവർ അന്യോന്യം ശത്രുതയിലായിരുന്നു. മാത്രമല്ല, അവൻ ന്യായാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുമ്പോൾ അവന്റെ ഭാര്യ അവന്റെ അടുത്തേക്ക് ആളയച്ച് അറിയിച്ചു, ആ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത്, എന്തെന്നാൽ അവൻ മൂലം സ്വപ്നത്തിൽ ഞാൻ ഇന്ന് വളരെയേറെ രസിച്ചു. പീലാത്തോസ് പ്രധാന പുരോഹിതന്മാരെയും ഭരണാധിപന്മാരെയും ജനക്കൂട്ടത്തെയും വിളിച്ചുകൂട്ടി അവരോട് പറഞ്ഞു, ജനത്തെ വഴിപിഴപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ ഈ മനുഷ്യനെ എന്റെ പക്കലേക്ക് കൊണ്ടുവന്നു. ഇതാ, നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ ഞാൻ ഇവനെ വിസ്തരിച്ചിട്ട് ഈ മനുഷ്യനെതിരെ നിങ്ങൾ ആരോപിക്കുന്ന കുറ്റമൊന്നും കണ്ടില്ല, ഹെറോദോസും കണ്ടില്ല. അതിനാൽ അവൻ ഇവനെ എന്റെ അടുത്തേക്ക് തിരിച്ചയച്ചു. മരണാർഹമായ കുറ്റമൊന്നും ഇവൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇവനെ ചമ്മട്ടി കൊണ്ടടുപ്പിച്ച് ഞാൻ വിട്ടയക്കും. അപ്പോൾ അവർ ഏകസ്വരത്തിൽ ആക്രോശിച്ചു, ഇവനെ കൊണ്ടുപോകുക, ബറാബാസിനെ ഞങ്ങൾക്ക് വേണ്ടി വിട്ടയക്കുക. പട്ടണത്തിൽ നടന്ന കലാപവും കൊലപാതകവും കാരണം കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടവനായിരുന്നു ബറാബാസ്. ഈശോയെ വിട്ടയക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് വീണ്ടും പീലാത്തോസ് അവരോട് സംസാരിച്ചു. അവരാകട്ടെ, ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. അവൻ 3-ാം പ്രാവശ്യവും അവരോട് ചോദിച്ചു, എന്ത് തിന്മയാണ് ഇവൻ ചെയ്തത്? മരണാർഹമായ ഒരു കുറ്റവും ഞാൻ അവനിൽ കണ്ടില്ല. അതിനാൽ അവനെ ചമ്മട്ടി കൊണ്ടടിപ്പിച്ച് ഞാൻ വിട്ടയക്കും. അവനെ ക്രൂശിക്കണമെന്ന് അവർ നിർബന്ധപൂർവ്വം വലിയ ശബ്ദത്തിൽ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. അവരുടെ മുറവിളി കൂടുതൽ ശക്തമായി. ബഹളം വർദ്ധിക്കുന്നതല്ലാതെ പ്രയോജനമൊന്നും ഉണ്ടാകുന്നില്ലെന്ന് മനസ്സിലാക്കിയ പീലാത്തോസ് വെള്ളമെടുത്ത് ജനക്കൂട്ടത്തിന്റെ മുമ്പിൽ വെച്ച് കൈ കഴുകിക്കൊണ്ട് പറഞ്ഞു, ഈ മനുഷ്യന്റെ രക്തത്തിൽ ഞാൻ നിർദോഷിയാണ്. ബാക്കി നിങ്ങളുടെ കാര്യം. അപ്പോൾ ജനം മുഴുവൻ വിളിച്ചു പറഞ്ഞു, അവന്റെ രക്തം ഞങ്ങളുടെ മേലും
ഞങ്ങളുടെ സന്തതികളുടെ മേലും ആയിക്കൊള്ളട്ടെ. അവരുടെ ആവശ്യം നടക്കട്ടെ എന്ന് പിലാത്തോസ് വിധിച്ചു. അവർ ആവശ്യപ്പെട്ടവനെ, കലാപവും കൊലപാതകവും കാരണം കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടവനെ വിട്ടയക്കുകയും ഈശോയെ അവരുടെ ഇംഗിതത്തിനെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. അവർ അവനെ കൊണ്ടുപോകുമ്പോൾ വയലിൽ നിന്ന് വന്ന സൈറീൻകാരൻ ശിമിയോനെ പിടിച്ച് ഈശോയുടെ പിന്നാലെ കുരിശു ചുമക്കാൻ അത് അവന്റെ മേൽ വെച്ചു. ജനത്തിന്റെയും മാറത്തടിക്കുകയും വിലപിക്കുകയും ചെയ്തിരുന്ന സ്ത്രീകളുടെയും ഒരു വലിയ സംഘം അവനെ അനുഗമിക്കുന്നുണ്ടായിരുന്നു. സ്ത്രീകളുടെ നേരെ തിരിഞ്ഞ് ഈശോ പറഞ്ഞു, ജെറൂസലേം പുത്രിമാരെ, എന്നെ പ്രതി നിങ്ങൾ കരയേണ്ട. നിങ്ങളുടെയും നിങ്ങളുടെ മക്കളെയും പ്രതി കരയുമേ. എന്തെന്നാൽ വന്ധ്യകളും പ്രസവിക്കാത്ത ഉദരങ്ങളും പാലൂട്ടാത്ത മുലകളും അനുഗ്രഹീതമെന്ന് അവർ പറയുന്ന ദിവസങ്ങൾ വരുന്നു. അന്ന് അവർ പർവ്വതങ്ങളോട് ഞങ്ങളുടെ മേൽ വീഴുക എന്നും കുന്നുകളോട് ഞങ്ങളെ മൂടിക്കളയുക എന്നും പറയാൻ തുടങ്ങും. പച്ച മരത്തോട് അവർ എങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ ഉണങ്ങിയതിന് എന്തു തന്നെ സംഭവിക്കുകയില്ല. അവനോടൊപ്പം വധിക്കപ്പെടേണ്ടതിന് മറ്റു 2 കുറ്റവാളികളെയും അവർ കൂട്ടിക്കൊണ്ടുപോയി. തലയോടെന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്ത് അവർ വന്നു. അവിടെ അവർ അവനെ ക്രൂശിച്ചു. ആ കുറ്റവാളികളെയും ഒരുവനെ വലത്തുവശത്തും ഇതരനെ ഇടത്തുവശത്തും. ഈശോ പറഞ്ഞു, പിതാവേ, അവരോട് ക്ഷമിക്കണമേ, എന്തെന്നാൽ അവർ ചെയ്യുന്നതെന്തെന്ന് അവർ അറിയുന്നില്ല. അവന്റെ വസ്ത്രങ്ങൾ ഭാഗിച്ചെടുക്കാൻ അവർ കുറിയിട്ടു. ജനം നോക്കിക്കൊണ്ടു നിന്നു. ഭരണാധിപന്മാരാകട്ടെ അവനെ പരിഹസിച്ചു പറഞ്ഞു, ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു. ഇവൻ ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട മിശിഹായാണെങ്കിൽ തന്നെ തന്നെ രക്ഷിക്കട്ടെ. പടയാളികൾ അടുത്തു വന്ന് ചവർപ്പുള വീഞ്ഞുകൊടുത്ത് അവനെ പരിഹസിച്ചു പറഞ്ഞു, നീ യഹൂദരുടെ രാജാവാണെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക. ഇവൻ യഹൂദരുടെ രാജാവ് എന്ന ഒരു ലിഖിതം അവന് മീതെ ഉണ്ടായിരുന്നു. തൂക്കപ്പെട്ടിരുന്ന കുറ്റവാളികളിൽ ഒരുവൻ അവനെ ദുഷിച്ചു പറഞ്ഞു, നീ മിശിഹായല്ലേ, നിന്നെയും ഞങ്ങളെയും രക്ഷിക്കുക. അപരൻ അവനെ ശകാരിച്ചു പറഞ്ഞു, നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ? കാരണം നീയും അതേ ശിക്ഷാവിധിയിലാണല്ലോ. എന്നാൽ നാം തീർച്ചയായും ന്യായമായി പ്രവർത്തിച്ചതിന് അർഹമായത് സ്വീകരിച്ചിരിക്കുന്നു. ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. അവൻ പറഞ്ഞു, ഈശോയെ, നീ നിന്റെ രാജ്യത്ത് വരുമ്പോൾ എന്നെയും ഓർക്കണമേ. ഈശോ അവനോട് അരുൾ ചെയ്തു, സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസായിലായിരിക്കും. അപ്പോൾ ഏകദേശം 6 മണിക്കൂറായിരുന്നു. 9 മണിക്കൂർ വരെ ഭൂമി മുഴുവന്റെയും മേൽ അന്ധകാരമായി. സൂര്യഗ്രഹണമുണ്ടായി. അപ്പോൾ ദേവാലയത്തിലെ തിരശീല മുകൾ മുതൽ അടിവരെ 2ആയി കീറി. ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, ശവകുടീരങ്ങൾ തുറക്കപ്പെടുകയും നിദ്ര പ്രാപിച്ച അനേകം വിശുദ്ധരുടെ ശരീരങ്ങൾ ഉയർപ്പിക്കപ്പെടുകയും ചെയ്തു. അവന്റെ ഉത്ഥാനത്തിന് ശേഷം അവർ ശവകുടീരങ്ങളിൽ നിന്ന് പുറത്തു വന്ന് വിശുദ്ധ നഗരത്തിൽ പ്രവേശിച്ച് പലർക്കും പ്രത്യക്ഷപ്പെട്ടു. ഈശോയ്ക്ക് കാവൽ നിന്നിരുന്ന ശതാധിപനും അവന്റെ കൂടെ ഉണ്ടായിരുന്നവരും ഭൂകമ്പവും മറ്റു സംഭവങ്ങളും കണ്ട് അത്യധികം ഭയപ്പെട്ടു പറഞ്ഞു, സത്യമായും ഇവൻ ദൈവപുത്രനായിരുന്നു. പടയാളികൾ ഈശോയെ ക്രൂശിച്ച ശേഷം അവന്റെ വസ്ത്രങ്ങൾ 4ആയി ഭാഗിച്ചു. ഓരോ പടയാളിക്കും ഓരോ ഭാഗം. അവന്റെ അങ്കിയും അവർ എടുത്തു. അതാകട്ടെ തുന്നലില്ലാതെ മുകൾ മുതൽ അടിവരെ നെയ്തുണ്ടാക്കിയതായിരുന്നു. ആകയാൽ അവർ പരസ്പരം പറഞ്ഞു, അത് നമുക്ക് കീറണ്ട, പകരം അത് ആരുടേതായിരിക്കണമെന്ന് കുറിയിട്ട് തീരുമാനിക്കാം. എന്റെ വസ്ത്രങ്ങൾ അവർ ഭാഗിച്ചെടുത്തു, എന്റെ അങ്കിക്ക് വേണ്ടി അവർ കുറിയിട്ടു എന്ന തിരുവെഴുത്ത് പൂർത്തിയാകാൻ വേണ്ടിയാണ് പടയാളികൾ ഇപ്രകാരം ചെയ്തത്. ഈശോയുടെ കുരിശിനരികിൽ അവന്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലോപ്പാസിന്റെ ഭാര്യ മറിയവും മഗ്ദലന മറിയവും നിൽക്കുന്നുണ്ടായിരുന്നു. ഈശോ തന്റെ അമ്മയും താൻ സ്നേഹിച്ചിരുന്ന ശിഷ്യനും അടുത്തു നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തമായി സ്വീകരിച്ചു. അനന്തരം എല്ലാം നിറവേറിക്കഴിഞ്ഞു എന്നറിഞ്ഞ് തിരുവെഴുത്ത് പൂർത്തിയാകാൻ വേണ്ടി ഈശോ പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു.
ഒരു പാത്രം നിറയെ ചവർപ്പുള്ള വീഞ്ഞ് അവിടെ ഉണ്ടായിരുന്നു. അവർ ചവർപ്പുള്ള ആ വീഞ്ഞിൽ കുതിർത്ത ഒരു നീർപ്പഞ്ഞി ഹീസോപ്പ് തണ്ടിൽ വെച്ച് അവന്റെ ചുണ്ടോടടുപ്പിച്ചു. ഈശോ ആ വീഞ്ഞ് രുചിച്ചിട്ട് പറഞ്ഞു, എല്ലാം പൂർത്തിയായിരിക്കുന്നു. അവൻ തലചായ്ച്ച് ആത്മാവിനെ കൈയാളിച്ചു. ഭാഗം 2. അത് സാബത്തിനുള്ള ഒരുക്കത്തിന്റെ ദിവസമായിരുന്നു. ആ സാബത്ത് ഒരു വലിയ ദിവസമായിരുന്നു. സാബത്തിൽ ശരീരങ്ങൾ കുരിശിൽ കിടക്കാതിരിക്കാൻ വേണ്ടി അവരുടെ കാലുകൾ തകർക്കാനും അവരെ നീക്കം ചെയ്യാനും യഹൂദർ പീലാത്തോസിനോട് ആവശ്യപ്പെട്ടു. അതിനാൽ പടയാളികൾ വന്ന് അവരോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരുന്ന 2 പേരുടെയും കാലുകൾ തകർത്തു. അവർ ഈശോയെ സമീപിച്ചപ്പോൾ അവൻ മരിച്ചു കഴിഞ്ഞു എന്ന് കണ്ടതിനാൽ അവന്റെ കാലുകൾ തകർത്തില്ല. എന്നാൽ പടയാളികളിൽ ഒരുവൻ അവന്റെ വിലാവിൽ കുന്തം കൊണ്ട് കുത്തി. ഉടനെ അതിൽ നിന്ന് രക്തവും ജലവും പുറത്തു വന്നു. അത് കണ്ടയാൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു, അവന്റെ സാക്ഷ്യം സത്യവുമാണ്. നിങ്ങളും വിശ്വസിക്കേണ്ടതിന് താൻ സത്യമാണ് പറയുന്നതെന്ന് അവൻ അറിയുകയും ചെയ്യുന്നു. അവന്റെ അസ്ഥി തകർക്കപ്പെടുകയില്ല എന്ന ലിഖിതം പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇത് സംഭവിച്ചത്. മറ്റൊരു ലിഖിതം പറയുന്നു, തങ്ങൾ കുത്തിത്തുളച്ചവനെ അവർ നോക്കും. യഹൂദരോടുള്ള ഭയം നിമിത്തം ഈശോയുടെ രഹസ്യശിഷ്യനായി കഴിഞ്ഞിരുന്ന അരിമത്തിയക്കാരൻ യോസേഫ് ഈശോയുടെ ശരീരം എടുത്തു മാറ്റാൻ പീലാത്തോസിനോട് അനുവാദം ചോദിച്ചു. ഈശോയെ ആദ്യം രാത്രിയിൽ ചെന്നു കണ്ട നിക്കോദേമോസും അവിടെ എത്തി. മീറയും അഖിലും ചേർന്ന് ഏകദേശം 100 റാത്തൽ സുഗന്ധദ്രവ്യവും അവൻ കൊണ്ടുവന്നിരുന്നു. അവൻ ഈശോയുടെ ശരീരമെടുത്ത് യഹൂദരുടെ മൃതസംസ്കാര രീതി അനുസരിച്ച് സുഗന്ധദ്രവ്യങ്ങളോടുകൂടെ കച്ചയിൽ പൊതിഞ്ഞു. അവൻ ക്രൂശിക്കപ്പെട്ട സ്ഥലത്ത് ഒരു തോട്ടവും ആ തോട്ടത്തിൽ അതുവരെ ആരെയും സംസ്കരിച്ചിട്ടില്ലാത്ത ഒരു പുതിയ കല്ലറയും ഉണ്ടായിരുന്നു. യഹൂദരുടെ ഒരുക്കത്തിനുള്ള ദിവസമായിരുന്നതിനാലും കല്ലറ സമീപത്തായിരുന്നതിനാലും അവർ ഈശോയെ അവിടെ സംസ്കരിച്ചു. സഹോദരരെ, അപ്പസ്തോല പ്രവർത്തനങ്ങൾ എന്നുള്ള വായന അധ്യായം 8 വാക്യങ്ങൾ 26 മുതൽ 39 വരെ. പീലിപ്പോസും എത്യോപ്യക്കാരനും. കർത്താവിന്റെ ഒരു ദൂതൻ പീലിപ്പോസിനോട് പറഞ്ഞു, എഴുന്നേറ്റ് തെക്കോട്ട് നടന്ന് ജെറൂസലേമിൽ നിന്ന് ഗാസായിലേക്കുള്ള പാതയിലെത്തുക. അത് ഒരു വിജനമായ പാതയായിരുന്നു. അവൻ എഴുന്നേറ്റ് യാത്ര തിരിച്ചു. അപ്പോൾ എത്യോപ്യക്കാരനായ ഒരു ഷണ്ഠൻ, എത്യോപ്യ രാജ്ഞിയായ കന്ദാക്കയുടെ ഭണ്ഡാര വിചാരിപ്പുകാരൻ, ജെറൂസലേമിൽ ആരാധിക്കാൻ പോയിട്ട് തിരിച്ചു വരികയായിരുന്നു. രഥത്തിലിരുന്ന് അവൻ യെശയ്യായുടെ പ്രവചനം വായിച്ചുകൊണ്ടിരുന്നു. ആത്മാവ് പീലിപ്പോസിനോട് പറഞ്ഞു, ആ രഥത്തെ സമീപിച്ച് അതിനോട് ചേർന്ന് നടക്കുക. പീലിപ്പോസ് അവന്റെ അടുക്കൽ ഓടിയെത്തി. അവൻ യെശയ്യായുടെ പ്രവചനം വായിക്കുന്നത് കേട്ട് ചോദിച്ചു, വായിക്കുന്നത് നിനക്ക് മനസ്സിലാകുന്നുണ്ടോ? അവൻ പ്രതിവചിച്ചു, ആരെങ്കിലും വ്യാഖ്യാനിച്ചു തരാതെ എങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുക? രഥത്തിൽ കയറി തന്നോടുകൂടി ഇരിക്കാൻ പീലിപ്പോസിനോട് അവൻ അപേക്ഷിച്ചു. അവൻ വായിച്ചുകൊണ്ടിരുന്ന വിശുദ്ധ ഗ്രന്ഥഭാഗം ഇതാണ്: കൊലയ്ക്ക് കൊണ്ടുപോകുന്ന ആടിനെ പോലെയും രോമം കത്തിരിക്കുന്നവന്റെ മുമ്പിൽ മൂകനായി നിൽക്കുന്ന ആട്ടിൻ കുട്ടിയെ പോലെയും അവൻ തന്റെ വായ് തുറന്നില്ല. അപമാനിതനായ അവനെ നീതി നിഷേധിക്കപ്പെട്ടു. അവന്റെ പിൻതലമുറയെപ്പറ്റി ആര് വിവരിക്കും? എന്തെന്നാൽ ഭൂമിയിൽ നിന്ന് അവന്റെ ജീവൻ അപഹരിക്കപ്പെട്ടു. ഷണ്ഠൻ പീലിപ്പോസിനോട് ചോദിച്ചു, ആരെക്കുറിച്ചാണ് പ്രവാചകൻ ഇത് പറയുന്നത്? തന്നെക്കുറിച്ച് തന്നെയോ അതോ മറ്റൊരാളെ കുറിച്ചോ? അപ്പോൾ പീലിപ്പോസ് സംസാരിക്കാൻ തുടങ്ങി. ഷണ്ഠൻ വായിച്ച വിശുദ്ധ ഗ്രന്ഥഭാഗത്ത് നിന്ന് ആരംഭിച്ച് അവനോട് യേശുവിന്റെ സുവിശേഷം പ്രസംഗിച്ചു. അവർ പോകുമ്പോൾ ഒരു ജലാശയത്തിങ്കലെത്തി. അപ്പോൾ ഷണ്ഠൻ പറഞ്ഞു, ഇതാ വെള്ളം. എന്നെ ജ്ഞാനസ്നാനപ്പെടുത്തുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടോ? രഥം നിർത്താൻ അവൻ ആജ്ഞാപിച്ചു. അവർ ഇരുവരും വെള്ളത്തിലിറങ്ങി. പീലിപ്പോസ് ഷണ്ഠനെ സ്നാനം നൽകി. അവർ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ കർത്താവിന്റെ ആത്മാവ് പീലിപ്പോസിനെ സംവഹിച്ചു കൊണ്ടുപോയി.
ഷണ്ടൻ അവനെ പിന്നീട് കണ്ടില്ല. സന്തോഷഭരിതനായി അവൻ യാത്ര തുടർന്നു.